ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ ബ്രെഡ് ഗുലാബ് ജാമുനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഞാനിവിടെ 6 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡെല്ലാം ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നമ്മൾ ഗുലാബ് ജാമുൻ കഴിക്കുമ്പോൾ ഉള്ളിൽ നല്ല വെള്ള കളറിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് സൈഡെല്ലാം ഞാൻ കട്ട് ചെയ്ത് മാറ്റിയത്. ഇപ്പോൾ സൈഡ് ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം കൈ വെച്ചിട്ട് നന്നായി ഒന്ന് പൊടിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മിക്സഡ് ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ പൊടിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാൽപ്പൊടി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരു എക്സ്ട്രാ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പാൽപ്പൊടി ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 2 നുള്ള് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്നും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ പാല് ചേർത്തിട്ട് ഇത് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ പാൽ ഒരിക്കലും കൂടിപ്പോവരുത്, അപ്പോൾ നമുക്ക് കുഴച്ചെടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ പാല് ചൂടാക്കണമെന്നൊന്നുമില്ല, സാധാ പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ കയ്യിലൊക്കെ ചെറുതായി ഒട്ടിപ്പിടിക്കുന്നുണ്ടാവും, അതുകൊണ്ടൊന്നും കുഴപ്പമില്ല. ഇപ്പോൾ ബ്രെഡെല്ലാം നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ചെറിയ ബോളുകളാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ കൈയിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇതേപോലെ നന്നായി ഒന്ന് ഉരുട്ടി കൊടുത്തിട്ട് ചെറിയ ചെറിയ ബോളുകളാക്കി എടുക്കാം. അപ്പോൾ ഈ ബോളുകളിൽ തീരെ വിള്ളലൊന്നും പാടില്ല. വിള്ളലുണ്ടെങ്കിൽ നമ്മളിത് ഫ്രൈ ചെയ്ത് സിറപ്പിലിട്ട് വരുമ്പോഴേക്കും ഇതെല്ലാം പൊട്ടിപ്പോവും. അപ്പോൾ നമ്മൾ ഇതേപോലെ നല്ല മിനുസത്തിൽ വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ 11 ബോളുകൾ ഇതേപോലെ നല്ല മിനുസത്തിൽ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഒരു പാനിൽ ഓയിൽ ഒഴിച്ച് നന്നായി ചൂടാവുമ്പോൾ ഓരോ ബോളുകളായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ബോളുകളെല്ലാം ഇട്ട് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ഫ്രൈ ചെയ്യാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഉള്ളിൽ വെന്ത് കിട്ടില്ല. അപ്പോൾ ഉള്ളിൽ വെന്തില്ല എന്നുണ്ടെങ്കിൽ ഷുഗർ സിറപ്പ് ഇതിൻ്റെ ഉള്ളിൽ പിടിക്കില്ല. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ ചുറ്റിച്ച് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്താൽ മതിയാവും. അപ്പോൾ നമ്മളൊരു തവി വെച്ചിട്ടൊക്കെ ഇളക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് പെട്ടെന്ന് പൊട്ടിപ്പോവും. അപ്പോൾ ഇതേപോലെ ഇടയ്ക്കിടയ്ക്കൊന്ന് ചുറ്റിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ ഇതെല്ലാം നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ പുറംഭാഗമെല്ലാം നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഈ കളർ ആകുമ്പോൾ തന്നെ ഇതിൻ്റെ ഉള്ളിലെല്ലാം കറക്റ്റായി വേവായി വന്നിട്ടുണ്ടാവും. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി വേണ്ടത് ഷുഗർ സിറപ്പാണ്. അപ്പോൾ അതിന് വേണ്ടി ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 250 ml കപ്പാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 4 ഏലക്കായ ഒന്ന് ചതച്ചത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ 2 മിനിറ്റ് നന്നായി തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ചെടുത്തിട്ട് ഇതേപോലെ കൈകൊണ്ട് തൊട്ട് നോക്കുമ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ തൊട്ട് നോക്കുന്ന പോലെയല്ലേ, അതേപോലെയാണ് വേണ്ടത്. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്തിട്ടുള്ള ബോൾസ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു അരമണിക്കൂർ ഈ ഷുഗർ സിറപ്പിൽ ഇരിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഷുഗർ സിറപ്പ് എല്ലാം പിടിച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു കുഴിയുള്ളൊരു ബൗളിലേക്ക് ഇത് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈ സിറപ്പിൽ ബോൾസ് എല്ലാം മുങ്ങി കിടന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് പെട്ടെന്ന് തന്നെ സിറപ്പ് പിടിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഗുലാബ് ജാമുൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻസ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.